പൊതുദർശനം, അതായത് പൊതുദർശനം എന്ന് നമുക്ക് സാങ്കേതികമായി വിശേഷിപ്പിക്കാൻ കഴിയില്ല എങ്കിലും അവസാനമായി കാണാൻ വരുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം ഉണ്ടാവുമോ? സമയക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കാരണം നാളെ വൈകിട്ടാണ് ഇപ്പോൾ നിശ്ചയിച്ചത് പ്രകാരമുള്ള സംസ്കാരം നടക്കുക. അതിനർത്ഥം സ്വാഭാവികമായും വരുന്നവർക്ക്, പ്രത്യേകിച്ച് സാധാരണ മനുഷ്യർക്കുൾപ്പെടെ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയുള്ള അവസരം ഉണ്ടാകും എന്ന് തന്നെയാണ്. പക്ഷേ അത് ഏതെങ്കിലും ഒരു ഹാളിലോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മൈതാനത്തിലോ ഉള്ള ഒരു പൊതുദർശനമായിരിക്കില്ല. പകരം വീട്ടിൽ ആൾക്കാർക്ക് കാണാനുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹവുമായി വളരെ അടുത്ത ആത്മബന്ധമുള്ള മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരാനുണ്ട്. അവരുടെ കൂടെ സൗകര്യങ്ങൾ കൂടി പരിഗണിച്ചാവണം ഇത്തരത്തിൽ ഒരു വൈകിട്ട് സംസ്കരിക്കാം എന്നുള്ള ഒരു തീരുമാനമുണ്ടായത്. പക്ഷേ പലർ ചേർന്ന് നിർബന്ധിച്ചിട്ടുണ്ട് കുറച്ചുകൂടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് പൊതുദർശനം മാറ്റാമെന്നും അവിടെയാണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരേ സമയത്ത് വന്ന് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ കഴിയുമെന്നും മറ്റ് സൗകര്യങ്ങൾ, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ചെയ്യാം, സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യാം എന്ന് ഉള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇപ്പോൾ സ്വീകരിക്കാൻ കുടുംബത്തിന് സാധ്യമല്ല എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. കാരണം അത്രമാത്രം കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം തന്നെ MT അദ്ദേഹത്തിൻ്റെ ഒസ്യത്തിൽ ഉൾപ്പെടെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരുടെ മക്കളോട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് അത് ലംഘിക്കാൻ ഒരു കാരണവശാലും വീട്ടുകാർ തയ്യാറല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം MT വാസുദേവൻ നായർ എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് എഴുത്തുകാരനും വലിയ രീതിയിലുള്ള സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനാണെങ്കിൽ കൂടിയും അച്ഛൻ എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം എന്ന നിലയിലും അതിന് അങ്ങേയറ്റത്തെ പ്രാധാന്യം വീട്ടുകാർ ഏൽപ്പിക്കുന്നുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്.